ആരാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ? ഇത് നമ്മൾ നമ്മളോട് തന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. എപ്പോഴും നമ്മളെ ഫോൺ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്ന് പറയാറുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൽ വരികയും നമ്മുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നവരെയും നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്ന് പറയാറുണ്ട്. എന്നാൽ ആരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ എന്നുള്ളത് യേശുക്രിസ്തു ഒരു ഉപമയിലൂടെ പറയുന്നത് നോക്കാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കള്ളന്മാർ ചേർന്ന് അയാളെ പിടിക്കുകയും ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും വസ്ത്രം അഴിക്കുകയും പകുതി ജീവനോടെ വഴിയിൽ ഇട്ടിട്ട് പോകുകയും ചെയ്തു. ആ വഴിയിൽ ഒരു പുരോഹിതൻ വന്നു. പക്ഷേ അയാളെ കണ്ടിട്ട് വഴിമാറിപ്പോയി. അതേപോലെ പുരോഹിതന്റെ സഹായിയായി ജോലി ചെയ്യുന്ന ഒരാളും അതുവഴി വന്നു. അയാളെ കണ്ടിട്ട് വഴിമാറിപ്പോയി. അതുവഴി ഒരു ശമര്യക്കാരൻ വന്നു. ശമര്യക്കാരൻ അയാളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അയാളുടെ അടുത്ത് ചെന്നിട്ട് ശുശ്രൂഷിക്കുകയും മുറിവുകളെ കെട്ടുകയും തൻ്റെ വാഹനത്തിൽ കയറ്റി അയാളെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മനുഷ്യന്റെ യഥാർത്ഥ കൂട്ടുകാരൻ ഇതിൽ ആരാണ് എന്നുള്ളത് യേശുക്രിസ്തു പറയുന്നു. ആ മനുഷ്യനോട് കരുണ കാണിച്ച ശമര്യക്കാരൻ തന്നെയാണ് അയാളുടെ നല്ല കൂട്ടുകാരൻ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നമ്മളുടെ സന്തോഷത്തിൽ നമ്മോട് കൂടെ സന്തോഷിക്കുകയും നമ്മുടെ ദുഃഖത്തിൽ നമ്മോട് കൂടെ ദുഃഖിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ.